എല്ലാവരും എണീറ്റൊന്നും എല്ലാവരും അതില് അയ്യോ ഒന്ന് തലയിൽ കൈവച്ചു എന്നുള്ളത് ശരിയാ. പക്ഷെ എല്ലാവരും ഒരു ജനപ്രതി നായകനായിക്കോട്ടെ നായികയായിക്കോട്ടെ അവർക്ക് വേണ്ട കുറച്ച് മൂല്യങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്നത് സത്യസന്ധത തന്നെയാണ്. ജനിച്ചത് തന്നെ ഒരു കോൺഗ്രസ് കുടുംബത്തിലായതുകൊണ്ട് എപ്പോഴും ആ ഒരു ചിന്തയിലാണ് ഞാൻ വളർന്നിരിക്കുന്നത്. പബ്ലിക് റെപ്രസെന്റേറ്റീവ് ആയിട്ട് നിൽക്കുന്ന ഒരാൾക്ക് വേണ്ട സാധാരണക്കാരന് കേൾക്കാനായിട്ടുള്ള ഒരു കഴിവുണ്ടാവണം. പക്ഷെ പി ടി തോമസിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, പി ടി തോമസിന്റെ ഓരോ ഉന്നതിക്ക് വേണ്ടിയിട്ടും നിഴല് പോലെ പുറകിൽ നിന്ന് പ്രവർത്തിച്ചയാളാണ് ഞാൻ. തുടക്ക സ്റ്റേജിലൊക്കെ എന്തെങ്കിലും ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടോ? സ്ത്രീ എന്ന രീതിയിൽ പ്രത്യേകിച്ച് ചാലഞ്ചസ് ഒന്നും ഉണ്ടായിട്ടില്ല. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോപ്പറേറ്റീവ് ആയിട്ട് എല്ലാവരും എന്റെ കൂടെ നിൽക്കുകയാണ്. ഒരു ലീഡർ എന്ന് ചോദിച്ചാൽ മാം എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു ലീഡർ ആരാണ്? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ലീഡർ ഇന്ദിരാഗാന്ധി തന്നെയാണ്. പബ്ലിക് റെപ്രസെന്റേറ്റീവ് ആയിട്ട് നിൽക്കുന്ന ഒരാൾക്ക് വേണ്ട സാധാരണക്കാരന് കേൾക്കാനായിട്ടുള്ള ഒരു കഴിവുണ്ടാവണം. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. നമസ്കാരം. വെൽക്കം ടു ദ കെന്ന ഷോ. ഇന്ന് എൻ്റെ ഷോയിലുള്ളത് വെരി സ്ട്രോങ് വുമൻ ലീഡറാണ്. ഭയങ്കര വിഷൻ ആയിട്ടുള്ള, ചെയ്യുന്ന കാര്യങ്ങളിൽ 100% ആത്മവിശ്വാസത്തോടെ ചെയ്യുന്ന നമ്മുടെ ഇവരെ ബഹുമാനപ്പെട്ട MLA, തൃക്കാക്കര MLA ഉമാ തോമസ്. നമസ്കാരം മാം ആൻഡ് വെൽക്കം ടു ദ ഷോ. ആദ്യമായിട്ടാണ് ഞാൻ കൂടുതൽ സെലിബ്രിറ്റി അല്ലെങ്കിൽ ഇന്റർവ്യൂസ്, ലൈഫ് ട്യൂട്ടോറിയൽസ് ഒക്കെയാണ് എടുക്കുന്നത്. ഒരു പൊളിറ്റിക്കൽ ലീഡർ അല്ലെങ്കിൽ സ്ട്രോങ് വിഷൻ ആയിട്ടുള്ള മാമിനെ പോലുള്ള ഒരു സ്ട്രോങ് ലീഡറിനെ ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്നത്. ആൻഡ് സോ ഹാപ്പി, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ആൻഡ് വെൽക്കം ടു ദ മൈ ഷോ. എനിക്ക് മാമിനെ കാണുമ്പോൾ ആദ്യം ചോദിക്കാനുള്ളത്, പൊളിറ്റിക്സ് എന്ന വാക്ക് നമ്മൾ സ്കൂൾ ടൈമിലേ തൊട്ട് കേൾക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്റ്റിലേക്ക് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു വാക്കാണ്. മാമിന്റെ ഡെഫിനേഷനിൽ ഒരു പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ ഒരു ഡെഫിനേഷൻ എന്താണ്? വാട്ട് ഈസ് പൊളിറ്റിക്സ്? പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഒരു വിശ്വാസം, നമ്മളുടേതായ ഒരു വിശ്വാസങ്ങൾ കെട്ടിപ്പടുക്കാനായിട്ട് പറ്റുന്ന രീതിയിൽ അത് കൊണ്ടുപോകാൻ സാധിക്കുന്ന, അത് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു കൂട്ടം ആളുകളുടെ വിശ്വാസത്തെ, ആ വിശ്വാസം എങ്ങനെ കൊണ്ടുപോകണം നാടിനെ നയിക്കാനായിട്ട്, അല്ലെങ്കിൽ നാടിൻ്റെ നന്മയ്ക്കായിട്ട്, നാടിൻ്റെ നിലനിൽപ്പിനായിട്ട് ഏറ്റവും നന്നായിട്ട് എങ്ങനെ ചെയ്യാൻ സാധിക്കും എന്നുള്ള രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു, അത് ഇടതാവട്ടെ വലതാവട്ടെ മറ്റേതെങ്കിലും ആവട്ടെ, ഏത് പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നോ അത് നമ്മളുടെ അടിത്തറ, നമ്മളുടെ ഒരു ബേസിക് ആശയങ്ങളെ, ഏത് പാർട്ടി നമ്മളെ അതിനനുകൂലമായിട്ട് നീങ്ങുന്നോ ആ രീതിയിലേക്ക് പോകുന്ന, ആ വിശ്വാസം കൊണ്ടു നടക്കുന്ന, ആ വിശ്വാസം 100% നമ്മൾക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനത്തെ വിശ്വസിച്ച് കൊണ്ടുപോകുന്നതാണ് പൊളിറ്റിക്സ്. ഓക്കെ. ഇപ്പം മാമിനെ ഇപ്പൊ ഒരുപാട് പേര് ഇൻസ്പയർ ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തേക്കുന്നത് പി ടി തോമസ് സാർ ആയിരിക്കും. അല്ലെങ്കിൽ സാറിനെ മാറ്റി നിർത്തിക്കൊണ്ടാണെങ്കിൽ മാമിനെ ഒരു ഇൻസ്പയർ ചെയ്ത ഒരു ലീഡർ അപ്പാർട്ട് ഫ്രം ദ പാർട്ടി, ഒരു ലീഡർ എന്ന് ചോദിച്ചാൽ മാം എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു ലീഡർ ആരാണ്? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ലീഡർ ഇന്ദിരാഗാന്ധി തന്നെയാണ്. എന്തുകൊണ്ടാ? ഒരു വുമൺ ലീഡറാണ് എന്നുള്ളത് കൊണ്ടും, പിന്നെ ഞാൻ ചെറിയ പ്രായത്തിൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് ഇന്ദിരാഗാന്ധിയുടെ ഓരോ നടപ്പും എടുപ്പും ഓരോ പ്രവർത്തനവും കണ്ട് വളർന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കാണുമ്പോൾ തന്നെ ആരെക്കാളും മുന്നിൽ വളരെ ശക്തയായിട്ട് പ്രതികരിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന ഒരു ലേഡി എന്നുള്ള രീതിയിൽ വളരെ ആകർഷിക്കപ്പെട്ട ഒരു പേഴ്സണാണ് ഇന്ദിരാഗാന്ധിയില്. ഓക്കെ. ഇപ്പം മാം ഒരു പബ്ലിക് റെപ്രസെന്റേറ്റീവ് ആയിട്ട് നിൽക്കുന്നതാണ്, ജനങ്ങളുടെ എല്ലാ ഇമോഷൻസും ക്യാരി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അല്ലെ? ഇപ്പൊ പലപ്പോഴും മാമിന്റെ ഇമോഷൻസ് എവിടെയാണ് മാം സമർപ്പിക്കുന്നത്? ഇപ്പൊ MLA എന്ന് പറയുമ്പോഴത്തേനും എല്ലാവരുടെ സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ പങ്കുചേരുന്ന ഒരു വ്യക്തിയാണ്. എന്ത് പ്രശ്നം ഉണ്ടായാലും ആദ്യം വരുന്ന ഒരു ഒരു ഓഫീസാണ് ഇത്. അപ്പൊ മാമിന്റെ ഇമോഷണലും സങ്കടങ്ങളൊക്കെ മാം എവിടെയാണ് ഇറക്കി വെക്കുന്നത് അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്നത്? അങ്ങനെ പലപ്പോഴും എനിക്ക് മറ്റുള്ളവരുടെ പല കാര്യങ്ങളും കേൾക്കുമ്പോൾ ഞാൻ അതിനേക്കാൾ എത്രയോ മുകളിലാണെന്ന് തോന്നുന്നത് കൊണ്ട് ആ സങ്കടങ്ങൾ ചിലപ്പോ മാറിപ്പോവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെ കുറെ കാര്യങ്ങൾ ഞാൻ തന്നെ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
പ്രശ്നങ്ങളുണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല. നമ്മൾക്ക് ഇൻഡിവിജ്വലി ഓരോ വിഷയങ്ങളിലേക്കൊക്കെ കിടക്കുമ്പോൾ പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെടാറുണ്ട്. പക്ഷെ ആ പ്രശ്നങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളിലും ഇടപെടുമ്പോൾ, അത് പ്രത്യേകിച്ച് ഇപ്പോഴാണ് കൂടുതലായിട്ട് ഞാൻ ഇടപെടുന്നത്. പി.ടി. തോമസ് MLA ആയിരിക്കുമ്പോഴും MP ആയിരിക്കുമ്പോഴും ഒക്കെ ജനങ്ങളുടെ കാര്യങ്ങളിൽ PT വന്ന് പറയുന്ന ഒത്തിരി കാര്യങ്ങൾ എനിക്ക് അറിയാവുന്നതുണ്ടായിരുന്നു. എന്നാൽ അതിനേക്കാൾ കൂടുതൽ ഇപ്പൊ എന്നോട് പറയുമ്പോൾ, അത് കേൾക്കുമ്പോഴൊക്കെ എന്നേക്കാൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒട്ടനവധി പേര് ഇവിടെ ഉണ്ട് എന്നുള്ളത് ഓർക്കുമ്പോൾ നമ്മുടെ വിഷമം ഒരു വിഷമേ അല്ല എന്ന് തോന്നാറുണ്ട്. ഇപ്പൊ പബ്ലിക് റെപ്രസെന്റേറ്റീവ് ആയിട്ട് നിൽക്കുമ്പോൾ, ഒരു ജനപ്രതിനിധി ആയിട്ട് നിൽക്കുമ്പോൾ എന്തൊക്കെ മൂല്യങ്ങളാണ് വേണ്ടതെന്ന് മാം വിശ്വസിക്കുന്നത്? എന്തൊക്കെ മൂല്യങ്ങളാണ് വേണ്ടത്? ഒരു നായകനായിക്കോട്ടെ നായിക ആയിക്കോട്ടെ, അവർക്ക് വേണ്ട കുറച്ച് മൂല്യങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്നത് സത്യസന്ധത തന്നെയാണ്. ഓക്കെ. കിട്ടാൻ പാടായിട്ടുള്ളതും അതാന്ന് തോന്നുന്നുണ്ടോ മാമിന്? അല്ല, അങ്ങനെയല്ല. അത് കിട്ടാൻ പാടുള്ള കാര്യമൊന്നുമല്ല. ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ സത്യസന്ധത ഉണ്ടാവുക, 100% എന്റെ മനസ്സിനെ ശരി എന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുമ്പോൾ ഞാൻ എന്നെ പോലും വഞ്ചിക്കാൻ പാടില്ല, അത്രേ ഉള്ളൂ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. പിന്നെ എന്തൊക്കെ മൂല്യങ്ങളാ വേണ്ടത് ഒരു പബ്ലിക് റെപ്രസെന്റേറ്റീവ് ആയിട്ട് നിൽക്കുന്ന ഒരാൾക്ക് വേണ്ട? സാധാരണക്കാരനെ കേൾക്കാനായിട്ടുള്ള ഒരു കഴിവുണ്ടാവണം. സാധാരണക്കാരന്റെ ബുദ്ധിമുട്ടുകൾ പറയുമ്പോൾ അത് അതേ ഡെപ്തില് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അതിന്റെ ഒരു 90% എങ്കിലും നമ്മൾക്ക് എടുക്കാൻ കഴിയണം. 100% എടുക്കാൻ പറ്റില്ല പല കാര്യങ്ങളും. ചിലതൊക്കെ നമുക്ക് അതിന് അങ്ങനെ ചിന്തിക്കേണ്ടിണ്ടായിരുന്നു എന്നൊക്കെ തോന്നാം. പക്ഷെ അവരുടെ ഫീലിങ്സ് പറയുമ്പം എനിക്ക് തോന്നുന്ന ഈ വന്ന് സംസാരിക്കുന്നവര് പലരും 100% എല്ലാവരുടെയും പ്രോബ്ലംസ് ഒന്നും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാറില്ല. പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങൾ പറയുമ്പോൾ ഒട്ടും തന്നെ ചെയ്യാൻ പറ്റാറില്ല. പലപ്പോഴും നമുക്കത് ഇപ്പം എന്തെങ്കിലും സാമ്പത്തിക ബാധ്യതയായിട്ട് വരുന്നവരുടെ ഇതൊന്നും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് കുറച്ച് നീക്കി കൊടുക്കാനോ അങ്ങനെയുള്ള ഒരു ശ്രമങ്ങൾ നടത്താൻ പറ്റുന്നേ ഉള്ളൂ. അതൊന്നും എല്ലാം 100% ചെയ്തു കൊടുക്കാൻ പറ്റില്ല, എങ്കിലും അതിനുള്ള ശ്രമം നടത്താറുണ്ട്. പി.ടി. തോമസ് സാറ് ലൈക്ക് ആളുടെ ഒരു വിയോഗത്തിന് ശേഷമാണല്ലോ മാം ഇങ്ങനത്തെ ഒരു പൊസിഷൻ ഇത്രയും ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്നത്. അപ്പം അപ്പാർട്ട് ഫ്രം ദിസ് ഒരു MLA പൊസിഷനിലേക്ക് വരാം, അല്ലെങ്കിൽ ഇങ്ങനെ മത്സരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കാം എന്ന് ആ ഉള്ളി കിടക്കുന്ന ആ ഒരു പൊളിറ്റിക്കൽ സ്പിരിറ്റ് ആണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വിഷൻ ആയിട്ടായിരുന്നോ മാം ഇത് ക്യാരി ചെയ്തത്? ഞാൻ ഒരിക്കലും പി.ടി. തോമസിന്റെ വിയോഗമേ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല, ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത കാര്യമാണ്. സംഭവിച്ചു എന്നത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒട്ടും തന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു രീതിയിൽ ഞാൻ ഒരിക്കൽ പോലും ആഗ്രഹിച്ചിട്ടില്ലാത്തയാളാണ്. പക്ഷെ പി.ടി. തോമസിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, പി.ടി. തോമസിന്റെ ഓരോ ഉന്നതിക്ക് വേണ്ടിയിട്ടും നിഴല് പോലെ പുറകിൽ നിന്ന് പ്രവർത്തിച്ചയാളാണ് ഞാൻ. അദ്ദേഹത്തിന്റെ ഓരോ നടപ്പിലും എടുപ്പിലും അദ്ദേഹത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറെ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ അന്ന് പ്രസ്ഥാനം എന്നോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഞാൻ മത്സരിക്കണം എന്ന് തന്നെ തോന്നിയത് കൊണ്ടാണ് ഞാൻ അന്ന് പ്രസ്ഥാനം ആവശ്യപ്പെട്ടത് കൊണ്ടാണ് അങ്ങനെ ചിന്തിക്കാൻ തന്നെ കാരണം. എനിക്ക് സ്വന്തമായിട്ട് അങ്ങനെ ഒരു താല്പര്യമേ ഉണ്ടായിരുന്നില്ല. ഞാൻ കോളേജ് കാലത്തിലൊക്കെ ആക്റ്റീവായിട്ട് പൊളിറ്റിക്സിൽ ഉണ്ടായിരുന്നയാളാണ്. ഞാൻ മഹാരാജാസില് KSUവിന്റെ വൈസ് ചെയർമാൻ ആയിരുന്നു, അതേപോലെ ലേഡി റെപ്രസെന്റേറ്റീവ് ആയിരുന്നു. അത് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിട്ട് മത്സരിച്ച് തോറ്റും പോയി. അതൊക്കെ ഉള്ളതാണ്. അപ്പൊ വിജയവും പരാജയവും ഒക്കെ ഞാൻ കണ്ട ആളാണ്. അതിനുശേഷം പി.ടി. തോമസുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോഴാണെങ്കിലും ഞാൻ MSWന് രാജഗിരി കോളേജിൽ പഠിക്കുമ്പോഴും ഒക്കെയാണ് അവിടെ വലുതായിട്ട് പൊളിറ്റിക്സ് ഇല്ല, പക്ഷെ ഞാൻ അവിടെ ആക്റ്റീവായിരുന്നു എന്നുള്ളത് സത്യമാണ്. ആ പൊളിറ്റിക്സ് ഒക്കെ മനസ്സിൽ എന്നും കൊണ്ടു നടന്നിരുന്ന ആളാണ്. ജനിച്ചത് തന്നെ ഒരു കോൺഗ്രസ് കുടുംബത്തിലായതുകൊണ്ട് എപ്പോഴും ആ ഒരു ചിന്തയിലാണ് ഞാൻ വളർന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ മനസ്സിന്റെ ഉള്ളിൽ തീർച്ചയായിട്ടും ആ സ്പാർക്കുണ്ട്. പിന്നെ ഇങ്ങനെയൊന്നും ഒരു പൊസിഷൻ ഒന്നും ആഗ്രഹിച്ച ആളല്ല. ഈ പൊസിഷനിൽ വന്നിരിക്കുമ്പോൾ ആസ് എ വുമൻ ലീഡർ എന്തെങ്കിലും ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടോ? ലൈക്ക് ഒരു വലിയൊരു പദവി തന്നെയാണല്ലോ, അപ്പം പൊസിഷൻ ആഗ്രഹിക്കാതെ വന്ന ഒരു വ്യക്തിയും കൂടെയാണ്. അപ്പൊ മാം തുടക്ക സ്റ്റേജിലൊക്കെ എന്തെങ്കിലും ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടോ?
സ്ത്രീ എന്ന രീതിയിൽ പ്രത്യേകിച്ച് ചാലഞ്ചസ് ഒന്നും ഉണ്ടായിട്ടില്ല. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ കോപ്പറേറ്റീവ് ആയിട്ട് എല്ലാവരും എന്റെ കൂടെ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് പീറ്റർ തോമസിന്റെ വൈഫ് എന്ന നിലയ്ക്ക് എന്റെ കൂടെ നിൽക്കുന്ന ഓരോരുത്തരും എന്റെ കൂടെ ചേർന്ന് നിന്നാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ആ ഒരു പ്രയാസമൊന്നും ഉണ്ടായിട്ടില്ല. ചില വിഷയങ്ങൾ എപ്പോഴും ഉണ്ടാവുമല്ലോ, അഭിപ്രായ വ്യത്യാസങ്ങൾ. അത് തുറന്നു പറഞ്ഞ് തീർത്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല. ഓക്കെ മാം, എങ്ങനത്തെ ഒരു ലീഡർ? ലൈക്ക് മുഖത്ത് നോക്കി കാര്യങ്ങൾ, ആരെയും സൂചിപ്പിക്കാതെ മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിലാണ്? അതോ അവർക്ക് എന്ത് ഫീൽ ആവുന്ന ഒരു ലീഡറിനും ചിന്തിക്കാൻ പറ്റില്ല. എന്നാൽ എങ്ങനെയാണ് മാമിന്റെ ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്? പി.ടി. തോമസ് എന്നെ അതേ പഠിപ്പിച്ചിട്ടുള്ളൂ. പി.ടി. ഒരിക്കലും മനസ്സിന്റെ ഉള്ളിൽ ഒരു കാര്യം വെച്ചിട്ട് പുറത്ത് മറ്റൊന്ന് പറയുന്ന പ്രകൃതക്കാരനല്ലായിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ബേസിക്കലി എല്ലാവരും ആ രീതിയിൽ തന്നെയാണ്. എനിക്കും പറയാനുള്ളത് ഞാൻ പറയാറുണ്ട്, സാധിക്കാത്ത കാര്യങ്ങൾ അവരോട് പറയാറുണ്ട്. നമ്മൾ ശ്രമിക്കാം, നടക്കണം എന്ന് നിർബന്ധമില്ല എന്ന് തന്നെ പറയാറുണ്ട്. ഓക്കെ, ഈ പി.ടി. തോമസ് സാറിന് ഒരു ലൈക്ക് ഒരു ബെഞ്ച് മാർക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ മാം ഒരു MLA പൊസിഷനിൽ നിൽക്കുമ്പോൾ മാം എപ്പോഴെങ്കിലും വിചാരിച്ചു ആളുടെ ഇത് വെച്ച് എനിക്ക് കമ്പാരിസൺ വരുമോ, അല്ലെങ്കിൽ പൊതുജന ജഡ്ജ്മെന്റൽ ആകുമോ? അപ്പൊ അത് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഉറപ്പായിട്ടും അങ്ങനെ തന്നെയല്ലേ. അതായത് PT-യുടെ സക്സസറായിട്ട് ഞാൻ നീങ്ങി പോകുമ്പോ ആളുകൾ ആ പാതയാണോ പിന്തുടരുന്നത്, അതേ രീതിയിലാണോ പ്രവർത്തിക്കുന്നതെന്ന് ഒരു കാരണവശാലും അല്ലാതെ ഒരു നിമിഷം പോലും അവർ ചിന്തിക്കാതിരിക്കില്ല. PT-യുടെ വൈഫ് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ എപ്പോഴും അഡ്രസ് ചെയ്യുന്നത് തന്നെ. അത് സംശയമില്ലാത്ത കാര്യമാണ്. PT-യുടെ ഒരു വാസ്റ്റ് റിലേഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ അത്ര എക്സ്പെക്ട് ചെയ്യും. ആ എക്സ്പെക്ടേഷൻ അനുസരിച്ച് ഞാൻ നീങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് കാതകലാണ്. അതൊന്നും എനിക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ഒരു ഇഞ്ച് പോലും ഞാൻ അതിൽ ആ വഴി വിട്ട് അദ്ദേഹത്തിന്റെ പാതയിലൂടെ അല്ലാതെ നടന്നിട്ടില്ല. അതെനിക്കൊരു ഉറപ്പുണ്ട്. ഓക്കെ, അത് ഒരു 100% ഉറപ്പിൽ തന്നെ. ഓക്കെ, ഇപ്പം സാർ എപ്പോഴും പറയായിരുന്നു നീ മരിച്ചിട്ടേ ഞാൻ മരിക്കാവുള്ളൂ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ സാറിന്റെ വിയോഗം അത് ചോദിക്കുന്നത് ശരിയാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പോഴും ഞാൻ മാം ഇവിടെ വരുമ്പോ ആദ്യം കാണുന്നത് സാറിന്റെ അവിടെ പോയി തിരികെത്തിക്കുക അല്ലെങ്കിൽ തിരികെത്തിച്ചില്ല എന്ന് ചോദിക്കുന്നതാണ്. അപ്പം എനിക്ക് എങ്ങനെ ചോദിക്കണ്ടേന്ന് അറിയില്ല. സാറിനെ എപ്പോഴും തന്നെ മിസ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. ഇപ്പൊ ഒരു ദിവസം തുടങ്ങുന്നത് അവസാനിക്കുന്ന എല്ലാം സാറിന്റെ ആ ഒരു ഫോട്ടോയുടെ മുന്നിലാണോ മാമിന്റെ? അതെ അതെ, എനിക്ക് ഒരു നിമിഷം പോലും അങ്ങനെ മാറ്റി വെക്കാവുന്ന ആളല്ല. അത്രമാത്രം ഞങ്ങളുടെ റിലേഷൻ അത്രയ്ക്ക് ഗാഢമായിട്ടുള്ള ബന്ധമായിരുന്നു എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. ഞാൻ ആ റിലേഷൻ ബൈ ചാൻസ് കണ്ട ഒരു വ്യക്തി. ഞങ്ങൾ ഈ സ്റ്റേഡിയം റോഡിൽ ഞങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കുമ്പോൾ രാത്രി PT തോമസ് സാറും മാമും കൂടെ വാക്കിന് ആ ടൈമിൽ ഇറങ്ങാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ലേറ്റ് നൈറ്റ് ഞങ്ങൾ കാണാറുണ്ട്. പിന്നെ ഞാനും ഒരു തൊടുപുഴക്കാരിയാണ്. അപ്പോൾ സാറിന്റെ പല കാര്യങ്ങളിലും ലൈക്ക് എൻ്റെ ഫാമിലിയൊക്കെ ആയിട്ട് നല്ല ഒരു അറ്റാച്ച്മെന്റ് ഉള്ള സാറും കൂടെയാണ്. അപ്പൊ സാറിന്റെ എന്തൊക്കെ ആസ് എ ലീഡർ എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് മാം MLA ആയിരിക്കും എടുത്തേക്കുന്നത്? സാറിൽ നിന്ന് എടുത്തേക്കുന്ന കുറച്ച് ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? PT കണ്ടേ ഞാൻ പഠിച്ചിട്ടുള്ളൂ എന്തെങ്കിലും. അതുകൊണ്ട് വേറെ എന്റേതായ ഒരു കോൺട്രിബ്യൂഷൻ എനിക്ക് പറയാനില്ല. PT-നെ തന്നെയാണ് ഞാൻ പിന്തുടരുന്നത്. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അത് എത്രമാത്രം എനിക്ക് അത്ര പെർസെന്റേജ് ഒന്നും ആക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് സത്യം. വളരെ കുഞ്ഞുനാളുകളിൽ തൊട്ട് തന്നെ PT പൊളിറ്റിക്സിൽ വളരെ ആക്റ്റീവ് ആയിരുന്നു എന്നുള്ളത് കൊണ്ട് ഒരു വാസ്റ്റ് റിലേഷൻ PT-ക്ക് കേരളത്തിൽ എന്നല്ല ഈ ലോകം മുഴുവൻ എവിടെ ആരെ പരിചയപ്പെട്ടാലും അവരുടെ ആ റിലേഷൻ കീപ്പ് ചെയ്യുന്ന ഒരു നല്ല പ്രകൃതം ഉണ്ടായിരുന്നു. അത് ചിലപ്പോഴൊക്കെ എനിക്ക് അത്രയ്ക്കൊന്നും സാധിച്ചിട്ടില്ല എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. പരിമിതികള് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എനിക്ക് പരിമിതികൾ ഉണ്ടായിട്ടുണ്ട്. PT പോലെ അങ്ങനെ 24 മണിക്കൂറും അതിനായി മാറ്റിവെക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഇതിനേക്കാളും വലുതായിട്ട് പറയുകയാണെങ്കിൽ ഇതിനിടയിൽ കൂടെ എനിക്കൊരു അപകടം സംഭവിച്ചത് എനിക്ക് നല്ല തടസ്സമായിട്ട് തന്നെ നിൽക്കും. ഞാന് PT-യുടെ ഈ ടേം തുടങ്ങിയിട്ട് ഇടയിൽ വെച്ച് കയറിയ ആളാണ്. പക്ഷെ അത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഒരു അപകടവും കൂടി വന്നത് കാരണം ഏതാണ്ട് ഒരു വർഷത്തോളം എനിക്ക് മാറി നിൽക്കേണ്ടി വന്നു. ഓഫീസ് നന്നായി ഫങ്ഷൻ ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ഒരു സന്തോഷം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു വീഴ്ച വരാതെ ഓഫീസ് നന്നായി കൊണ്ടുപോകാം. അതാ ഞാൻ പറഞ്ഞേ, എൻ്റെ കൂടെ നിൽക്കുന്ന ഓരോരുത്തരും
എന്നെ ചേർത്ത് പിടിച്ച് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ സന്തോഷമുണ്ട്. എത്ര പറഞ്ഞാലും തീരാത്ത കടപ്പാടാണ് ഓരോരുത്തരോടും ഉള്ളത്. ഭീതിയായിട്ടുള്ള ഒരു റിലേഷൻ തന്നെയാണ് എല്ലാവരും എന്നോടും മെയിൻറ്റെയിൻ ചെയ്യുന്നു പോകുന്നത്. ഇപ്പൊ മാം പറഞ്ഞ പോലെ ഈ ഒരു അപകടം നടന്നു, അത് ഭയങ്കര നമുക്ക് തന്നെ വിഷ്വൽസ് ഒക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ തന്നെ പേടിക്കുന്ന രീതിയിലുള്ള വിഷ്വൽസും കാര്യങ്ങളാണ്. മാമിനെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയെന്ന് വെച്ചാൽ അതിന് ശേഷം ആ ഇവന്റ് കോർഡിനേറ്റേഴ്സ് ആയിക്കോട്ടെ, ഇവന്റ് നടത്തിയവരാരും മാമിനെ വിളിച്ചില്ല, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു അപകടം പറ്റിയിട്ട് അവർ ആ പ്രോഗ്രാം തുടർന്നു എന്നുള്ളതാണ്. ഇപ്പോൾ എങ്ങനെയാണ് അവർ വീണ്ടും മാമിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ, ഓക്കെ ആണോന്നെങ്കിലും ചോദിച്ചിട്ടുണ്ടോ അവര്? ഇല്ല ഇല്ല ഇല്ല. ഓക്കെ. ചിലപ്പം ചിലരൊക്കെ ഇങ്ങനെ ഒരു അപകടം പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒളിച്ചോടാനുള്ള ശ്രമമാണ്. എന്താണെന്ന് എനിക്കറിയില്ല. എന്ത് തന്നെയാണെങ്കിലും എനിക്ക് മനസ്സിലാവുന്നില്ല. ഏത് മനഃശാസ്ത്രമാണെങ്കിലും നമ്മളുടെ കയ്യിൽ നിന്നൊരു താഴെ ഒരു സാധനം വീണ് കഴിഞ്ഞാൽ പോലും നമ്മൾക്ക് പെട്ടെന്ന് താഴെ വീണ് കഴിഞ്ഞാൽ അത് പോയി എടുക്കാൻ തോന്നും. ഇത് ജീവനുള്ള സാധനമാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കുറച്ചുകൂടി ഒരു ആത്മാർത്ഥത ഉണ്ടാവേണ്ടതല്ലേ. അത് പലരിലും ഉണ്ടായില്ല. എല്ലാവരും ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്നുള്ള ആ ഒരു ഇത് മാത്രമാണ് മനസ്സിൽ കണ്ടത്. അതിനേക്കാൾ ഉപരി ഒരു മനുഷ്യത്വപരമായിട്ടുള്ള ഒരു പെരുമാറ്റം അവിടെ ഉണ്ടായോ, റിഫ്ലെക്സ് ആക്ഷൻ ഉണ്ടായില്ല എന്ന് പറയൂല. അതായത് നമ്മൾക്കൊരു സാധനം തൊട്ട് കഴിഞ്ഞാൽ പൊള്ളുകയാണെങ്കിൽ കൈയെടുക്കാനായിട്ട് അറിയാം. അതുപോലെ ആയിരിക്കണം ഇങ്ങനെ ഒരു സംഭവം താഴെ ഒരു വീഴ്ച ഉണ്ടായിക്കഴിഞ്ഞാൽ ഓടി അങ്ങോട്ട് എത്താനായിട്ടായിരിക്കണം സ്വാഭാവികമായിട്ട് മനുഷ്യനുണ്ടാവേണ്ട ചിന്ത. എന്തുകൊണ്ടേ അത് ഉണ്ടായില്ല എന്ന് എനിക്കറിയില്ല. എല്ലാവരും എണീറ്റൊന്നും എല്ലാവരും അതില് അയ്യോന്ന് തലയിൽ കൈവച്ചു എന്നുള്ളത് ശരിയാ. പക്ഷെ എല്ലാവരും ബാക്ക് ടു സീറ്റാണ് ഇരുന്നത്. എങ്ങനെ അങ്ങനെ ഇരിക്കാൻ പറ്റി എന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഒരുപക്ഷെ ഞാനാണെങ്കിൽ അങ്ങനെ ഇരിക്കില്ലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. റോഡിൽ കാണുന്ന അപകടം പോലും കണ്ടു കഴിഞ്ഞാൽ ഒരാൾ താഴെ വീണ് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോവാറുണ്ട്. അത് ആരാണെന്നോ എൻ്റെ റിലേറ്റഡ് ആളാണോന്നോ എന്ത് പ്രായമാണെന്നോ എന്താ സംഭവിച്ചതെന്നോ ഒന്നും നോക്കാറില്ല. ഞാൻ എങ്ങനെയെങ്കിലും വണ്ടി ഒതുക്കുന്നു പറഞ്ഞിട്ട് ഞാൻ ഓടിപ്പോവാറുണ്ട്. ആ ഒരു ത്വര ഇവർക്കൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഓരോ പിന്നെ അവർക്ക് എന്ത് നിർദ്ദേശമാണ് കിട്ടിയെന്ന് അറിയില്ല. അവിടെ അങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചപ്പോ ഇവർക്കും ഒന്നും പറ്റരുത് എന്നുള്ളത് കൊണ്ട് ഇവരോട് ബാക്ക് ടു സീറ്റ് ഇരിക്കാൻ പറഞ്ഞതാണോ, കുഴപ്പമൊന്നും ഉണ്ടാവാതിരിക്കാൻ, എന്താണെന്നറിയില്ലല്ലോ. അല്ലെങ്കിൽ ഒരു കാരണവശാലും എനിക്കത് ന്യായീകരിക്കാനേ സാധിക്കുന്നില്ല. അതെപ്പോഴും ഒരു സങ്കടം അല്ലേ മനസ്സിലാവും. സങ്കടം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോരുത്തരുടെ ക്യാരക്ടർ അത്രേ ഞാൻ പറയുള്ളൂ. അതിലിപ്പോ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. റെസ്പോൺസിബിൾ അല്ലാത്തവര് എന്ന് ഞാൻ പറയുള്ളൂ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. റീസെന്റ് ആയിട്ട് ഒരു ന്യൂസ് ആയിട്ടാണ് ഇപ്പൊ കിഴക്കമ്പലം പോലത്തെ ഒരു ആ ഒരു പഞ്ചായത്ത് ഭരിക്കുന്നത് 2020 എന്ന് പറഞ്ഞ ഒരു പാർട്ടിയാണ്. അത് ഈ നമ്മുടെ ഈ കേട്ടുകേറിയില്ലാത്ത എല്ലാ പാർട്ടിയിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു പാർട്ടിയാണ്. അതിപ്പം കറന്റ്ലി NDA ആയിട്ട് ജോയിൻ ചെയ്തു. ഇപ്പൊ എല്ലാവരും കുറച്ച് കഴിയുമ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ട് നിൽക്കുന്ന പാർട്ടികളെല്ലാം ഇന്ത്യയിലേക്ക് പോകുന്ന പോലെ, അല്ലെങ്കിൽ ആ ഒരു കാരണം കിഴക്കമ്പലത്ത് ഒരുപാട് പേർക്ക് ഗുണങ്ങൾ ചെയ്തിട്ടുണ്ട്. അവിടെ സൂപ്പർ മാർക്കറ്റ് അങ്ങനെ നിൽക്കുമ്പോഴാണ് സഡൻ ഈ ഒരു മൊമെന്റ് അല്ലെങ്കിൽ മൂവ്മെന്റ് വന്നിരിക്കുന്നത്. അപ്പൊ അത് എങ്ങനെയാ മാം എങ്ങനെയാ നോക്കി കാണുന്നത്? 2020 എന്ന് പറയുമ്പോ തന്നെ അരാഷ്ട്രീയവാദികളാന്ന് ഞാൻ പറയും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയമായിട്ട് ആളുകളുള്ളപ്പോൾ രാഷ്ട്രീയമായിട്ട് അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. 2020 എന്താ ചെയ്തിരുന്നത്? എലക്ഷൻ ആവുമ്പോൾ പൊട്ടിമുളച്ച് വരുന്നത് പോലെ കുറച്ച് സ്ഥാനാർത്ഥികളെ അവിടെ ഇവിടെ നിർത്തും. അത് ഏറ്റവും പ്രധാനപ്പെട്ടവരെ തന്നെ സമൂഹത്തിലുള്ളവരെ അറിയപ്പെടുന്നവരെ ഒക്കെ എങ്ങനെയെങ്കിലും അവര് 2020 എന്ന് പറഞ്ഞിട്ട് അതുവരെ നമ്മൾ അറിഞ്ഞിട്ടുമില്ല കേട്ടിട്ടുമില്ല. ഡോക്ടേഴ്സിനെ, എഞ്ചിനീയേഴ്സിനെ, അങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ടവരെല്ലാം കണ്ടിട്ട് മത്സരിക്കണം എന്ന് പറഞ്ഞിട്ട് അവരോട് നമുക്ക് വേറൊരു കാഴ്ചപ്പാടാന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും അവരെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്നു. ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ പിന്നെ നമ്മളെ കാണുന്നതേ ഇല്ല. ശരിയാണോ? എനിക്കറിയാവുന്ന 2020 ഒരു സ്ഥാനാർത്ഥിയുണ്ട്. ഞാൻ പേര് പറയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനുമായിട്ട് വളരെ അടുത്ത റിലേഷനുള്ള ആളാണ്. ഞാൻ അദ്ദേഹത്തെ മത്സരിക്കുമ്പോഴാണ് കാണുന്നത്. മത്സരിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് എല്ലാ പരിപാടികളും പുള്ളി വളരെ സമൂഹത്തില് ഒരുപാട് പരിപാടികളൊക്കെ നടത്തുന്നയാളാണ്. ആ പരിപാടികളൊക്കെ നടത്തുമ്പോ എന്നെ തന്നെ വിളിക്കാറുണ്ട് എല്ലാ പരിപാടിക്കും. ഞങ്ങൾ തമ്മിൽ നല്ല റിലേഷനാണ്. അതോടുകൂടി ആ 2020 അദ്ദേഹത്തിന്റെ പോയി കഴിഞ്ഞു.
മനസ്സിലായോ? ആ ഇലക്ഷന് മത്സരിക്കാൻ വേണ്ടിയിട്ട് പൊട്ടിമുളച്ചുണ്ടാവുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ് ഞാൻ കരുതിയിരുന്നത്. ഇപ്പൊ അവരുടെ ക്ലിയർ പിക്ചർ ആയില്ലേ, ഇവര് ആരെ തുണയ്ക്കുന്നു എന്നുള്ളത് മനസ്സിലായി. അത്രേ ഉള്ളൂ. അപ്പൊ അത്ര നാൾ അവിടെ വിശ്വസിച്ച ജനങ്ങളുണ്ടല്ലോ, ലൈക്ക് 2020 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ജനങ്ങൾക്ക് എന്താ വേണ്ടേ, ലൈക്ക് അവർക്ക് കിട്ടുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു അവർക്ക് കിട്ടുന്ന ജനനിധി കാര്യങ്ങളെല്ലാം അവർ പക്കയായിട്ടായിരുന്നു പോയിക്കൊണ്ട്. പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോഴത്തേനും ജനങ്ങളെല്ലാം ഭയങ്കരമായിട്ട് കബളിക്കപ്പെട്ടു പോയോ എന്നൊരു തോന്നലിൽ നിൽക്കുന്ന കുറെ വിഭാഗമുണ്ട്, കുറെ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം കബളിപ്പിക്കപ്പെട്ടു പോയോ എന്നുള്ളതല്ല, കബളിപ്പിക്കപ്പെട്ടു. അതെ അതെ, സോറി. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ കബളിപ്പിക്കപ്പെട്ടു. ഞങ്ങൾക്കൊരു രാഷ്ട്രീയവും ഇല്ല എന്ന് പറഞ്ഞവര് ഇപ്പൊ രാഷ്ട്രീയം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പൊ ആദ്യം ഉദിച്ചുയർന്നത് ഈ രാഷ്ട്രീയത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവര് റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നിരിക്കാം. അതല്ലേ ശരി. ഈ പൊളിറ്റിക്കൽ കരിയർ എല്ലാ ഫീൽഡിലും ശത്രുക്കളും ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ പറയുന്ന ഇഷ്ടപ്പെടാത്തതൊക്കെ. പൊളിറ്റിക്കൽ ഫീൽഡിൽ എങ്ങനെയാണ് ഈ ശത്രുക്കളുണ്ട് അല്ലെങ്കിൽ ഇത്രയും അധികം ശത്രുക്കൾ എന്താ അവർക്കെന്ന് നമ്മൾ ഇങ്ങനെ ചോദിക്കുന്ന രീതിയിൽ എന്തുകൊണ്ടായിരിക്കും ലൈക്ക് ഒരു എന്താ പറയുക കോൺഫ്ലിക്റ്റ് വരാൻ കാരണം എന്താ? മെയിൻലി പൊളിറ്റിക്സിലാണെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ പറയണേ, ഇപ്പൊ ഒരു ഓഫീസിൽ എടുത്തു കഴിഞ്ഞാല് ഒരാള് മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് ആ ഈഗോ അത് വർക്കൗട്ട് ചെയ്യും. അത് പൊളിറ്റിക്സിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നില്ല ശത്രുക്കളൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല മാമിനെപ്പോഴും എനിക്ക് ആരും ശത്രുക്കളില്ല, ഇവരൊന്നും എന്റെ ശത്രുക്കളല്ല, അങ്ങനെ എപ്പോഴും വിശ്വസിക്കുന്ന കൂട്ടത്തിലാണോ? അങ്ങനെ ശത്രുക്കളിൽ നിന്ന് എന്തിനാ പറയണ്ട? അഭിപ്രായ വ്യത്യാസം പറയുന്നത് ശത്രുക്കളല്ല. അഭിപ്രായ വ്യത്യാസം പറയുമ്പോ നമുക്കത് കേൾക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ അത് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് ശരിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് എടുത്താ പോരെ. ശത്രുക്കളായിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമ്മള് ഇപ്പൊ തന്നെ ഇവിടെ ഞാന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വിശ്വസിക്കുന്നയാളാണ്. ഇവിടെ CPM ഉണ്ട്. അവരെല്ലാം ശത്രുക്കളായിട്ടല്ല നമ്മൾ എടുക്കുന്നത്, അവരുടെ ആശയങ്ങളാണ്. ആ ആശയത്തിനോട് നമ്മൾ യോജിക്കുന്നില്ല, അത്രേ ഉള്ളൂ. ആശയങ്ങളിൽ മാത്രമേ, ഇത് വ്യക്തികളിലല്ല. അത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഞാൻ ഓരോ വ്യക്തിനെ നന്നായിട്ട് ബഹുമാനിക്കുന്നുണ്ട്, അവരുടെ പൊസിഷനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ ആശയം വ്യത്യാസമാണെങ്കിൽ ആ ആശയ വ്യത്യാസം പറയുകയും ചെയ്യും. അത് കണ്ടിട്ട് നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ തന്നെ ആയാലും ഇവര് നമ്മൾ നോക്കുമ്പോ ഇവര് വേറെ വേറെ പാർട്ടി ആണെങ്കിലും അടുത്ത് നിൽക്കുമ്പോ നല്ല കോമഡി, തമാശ, കളി, ചിരി വീഡിയോസിൽ നമ്മളുടെ ആശയ വ്യത്യാസമല്ലേ, നമ്മളൊരു ഇഷ്യൂനെയാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. അല്ലാതെ നമുക്കിപ്പോ ഇവിടെ കുട്ടികൾ പോകുന്നു, അഡ്രസ് ചെയ്യണം. ഇവിടെ നമ്മൾക്ക് മാവേലി സ്റ്റോറിൽ സാധനങ്ങൾ കിട്ടുന്നില്ല, അഡ്രസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇവരുമായിട്ട് നമുക്ക് പിണക്കൊന്നും ഇല്ലല്ലോ. ഇത് അഡ്രസ് ചെയ്യേണ്ട വിഷയങ്ങൾ അഡ്രസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. അങ്ങനെ പ്രതിപക്ഷമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്കതെല്ലാം കുറച്ചുകൂടി നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ള അഭിപ്രായക്കാരിയാ. ഒരേ ഒരാളാണെങ്കിൽ ഒരുമാതിരി നമുക്ക് ഒരു സ്വന്തം ഇഷ്ടത്തില് പ്രവർത്തിക്കുന്ന ആളായി പോലെ, രാജാവ് പോലെ ആയി പോലെ. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ വന്നോണ്ട് തന്നെ ഒരുപാട് ട്രോൾസ് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ പല പൊളിറ്റിക്കൽ ലീഡേഴ്സ് പൊതുപരിപാടിയിൽ സംസാരിക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ ആക്ഷൻസ് അവര് പോലെ അറിയാണ്ട് തന്നെ പലരും നമ്മളൊക്കെ പറയുന്ന പോലെ ഏറിപ്പോകുന്ന ഒരു കുറെ പേരുണ്ട്. അതൊക്കെ എങ്ങനെ മാം അത് കാണാറുണ്ട്? അത് നിങ്ങളുടെ ശ്രദ്ധയിലൊക്കെ പെടാറുണ്ട് അങ്ങനത്തെ വീഡിയോസും കാര്യങ്ങള്? ഇതൊക്കെ അവരുടെ ആർട്ടല്ലേ. അങ്ങനെ ആ രീതിയിൽ ആലോചിക്കുകയാണെങ്കിൽ അവര് വെട്ടുക്കരാണെന്ന് ഞാൻ പറയും. ശരിയല്ലേ? അങ്ങനെ നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാതെ ഒരു കാര്യങ്ങൾ നമ്മൾ വായിച്ചത് അതൊരു വേറൊരു ഇതിലേക്ക് കൊണ്ടുപോയി അത് അവതരിപ്പിക്കാൻ പറ്റണവരെന്ന് പറഞ്ഞാൽ അവര് വളരെ ക്ലവറാണ്. അതെ അതെ, അവരെ അഭിനന്ദിക്കുന്നു എന്നൊക്കെ. അല്ല, ഞാൻ പറയണേ അതൊരു വേറൊരു റിയാലിറ്റിയാണ്. അവര് വേറെ ആ ഒരു അതാ ഞാൻ പറയണേ, ഈ ഒരു സംസാരിക്കുന്ന ഒരു വിഷയത്തിനെ മറ്റൊരു കാര്യമായിട്ട് അഡ്രസ് ചെയ്യാൻ പറ്റണവരെന്ന് പറയുമ്പോ അവര് വളരെ കാഴ്ചപ്പാടുള്ളവരും വളരെ മിടുക്കരും തന്നെയാണ്. അങ്ങനെ ചിലപ്പോ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. നമ്മള് ചിലപ്പോ ചില ട്രോളൊക്കെ കാണുമ്പോ വിചാരിക്കാറുണ്ട് ഇത് ഇങ്ങനെ ഇവർക്ക് പറ്റുമെന്ന് തോന്നിപ്പോകാറുണ്ട്. മിടുക്ക് തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. ഈ PT തോമസ് സാറ് പാട്ടുകൾ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു, ഓൾഡ് സോങ്സ് ആയാലും. കാരണം എനിക്ക് തോന്നുന്നു മാമിനെ കണ്ടത് തന്നെ മഹാരാജാസ് കോളേജിൽ ഒരു പാട്ടൊക്കെ പാടി സ്റ്റേജിൽ നിൽക്കുമ്പോഴായിരുന്നു. മാമിന് എങ്ങനെയാണ്, പാട്ടുകളാണോ ഏറ്റവും പ്രിയപ്പെട്ടത്, അതോ മറ്റേ ആക്ടിവിറ്റീസ് ആണോ? ഒരു ടൈം കിട്ടുമ്പോ പാട്ടൊക്കെ കേൾക്കുന്ന കൂട്ടത്തിലാണോ? പാട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ ഇപ്പം സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് PT തോമസിന്റെ മരണശേഷം ഞാൻ അങ്ങനെ അധികം
ഞാനും പാട്ടൊക്കെ പാടിക്കൊണ്ടിരുന്നയാളാണ്. പാടാറൊന്നുമില്ല. പാട്ട് കേൾക്കാറില്ല എന്ന് പറയത്തില്ല. ചിലപ്പോ നമുക്കൊരു രാത്രി ചിലപ്പോൾ ഉറക്കം വന്നില്ലെങ്കിൽ നമുക്ക് ആകെ ചെയ്യാവുന്നത് പാട്ട് കേൾക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണെന്നുള്ളതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കിരുന്ന് അങ്ങനെ കേൾക്കാറുണ്ട്. പക്ഷെ അങ്ങനെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല. നമുക്ക് വണ്ടിയിൽ പോകുമ്പോൾ പാട്ട് കേൾക്കാം. ഓക്കെ, അങ്ങനെയൊക്കെ. അങ്ങനെയൊക്കെ. മാമിന്റെ ഉള്ളിലെ വിശ്വാസം, ദൈവവിശ്വാസത്തിൽ എത്ര വിശ്വസിക്കുന്നുണ്ട്? എനിക്ക് മാം പലപ്പോഴും 100%. അതെ, എനിക്ക് തോന്നിയിട്ടുണ്ട് മാം ഒരു 100% ദൈവവിശ്വാസിയാണെന്നാണ്. സംശയമില്ല. ഓക്കെ. ആ സ്പിരിറ്റിൽ എപ്പോഴും എല്ലാ ദിവസവും തുടങ്ങുന്നത് അവസാനിക്കുന്ന എല്ലാ ദൈവത്തിന്റെ മുന്നിൽ തന്നെയാണ് അല്ലേ? അത് പ്രത്യേകിച്ച് ഒരു അമ്പലത്തിൽ പോയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വഴിപാട് വെച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലൊന്നും ആവണമെന്നില്ല. പക്ഷെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ശക്തി ഉണ്ടെന്നുള്ള വിശ്വാസമുണ്ട്. ഞാൻ ഇന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ വലിയ അപകടവും കൂടെ കടന്നിട്ട് ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പി.ടി. തോമസിന്റെ വിയോഗം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഞാൻ 1 മിനിറ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരുന്നയാളാണ്. അന്നത്തെ എൻ്റെ മാനസികാവസ്ഥ അതായിരുന്നു. എന്ന് വെച്ചാൽ അദ്ദേഹം ഒരിക്കൽ പോലും എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ നീ മരിച്ചിട്ടേ മരിക്കുള്ളൂ എന്ന് പറയുമ്പോൾ അത്ര എന്നോട് സ്നേഹമായിരുന്നു. അതായത് മറ്റൊരാൾ നിന്നെ നോക്കണത് എനിക്കിഷ്ടമല്ല, കുട്ടികളാണെങ്കിൽ പോലും അവര് നിന്നെ നോക്കണമല്ല, ഞാൻ തന്നെ നോക്കണതാ ഇഷ്ടം എന്ന് പറയുമ്പോൾ അത്രമാത്രം ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അത്ര സ്ട്രോങ് ആയിരുന്നു. അത് നിന്ന് മാറിയപ്പോൾ ഞാൻ സത്യത്തിൽ വിചാരിച്ചപ്പോൾ എന്നെ കുട്ടികളെ ഓർത്തപ്പം ഞാനും കൂടി ഇല്ലാതായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ വിചാരിച്ചിരുന്നത്. ഞാൻ പിടിച്ചെടുക്കൂലെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അതൊക്കെ അതിജീവിച്ചില്ലേ. ഇപ്പൊ ഈ വലിയ അപകടത്തിന് ഞാൻ അതിജീവിച്ചെങ്കിൽ അത് ഞാനന്ന് ഓർമ്മയില്ലാതെ കിടക്കുന്ന സമയത്ത് എനിക്കായിട്ട് ഈ മലയാളി സമൂഹം മുഴുവൻ എനിക്കായിട്ട് പ്രാർത്ഥിച്ചു. അത് അമ്പലത്തിൽ കൂടെ ആണെങ്കിലും പള്ളിയിലൂടെ ആണെങ്കിലും മദ്രസ എവിടെയാണെങ്കിലും എല്ലാവരും ഒരുപാട് പ്രാർത്ഥിച്ചു. മാത്രമല്ല ഈ പ്രാർത്ഥനയുടെ തെളിവാണ് ഞാൻ ഉയർന്നു വന്നു കഴിഞ്ഞപ്പം വീട്ടിലെത്തുന്നതിന് മുമ്പ് എനിക്ക് ഗണപതിയുടെ അമ്പലത്തിൽ നിന്ന് അപ്പം, തുലാഭാര നേർച്ച, അതുപോലെ തന്നെ സംസം വാട്ടർ എത്രയും ഞാൻ കുടിച്ചിരിക്കണേന്ന് പറയാൻ വയ്യ. എന്തോരം ആനാമ്പള്ളം വേളാങ്കണ്ണി പോയി വന്നവരുണ്ട്. അങ്ങനെ എല്ലാ അതായത് മലയാളികൾ എവിടെയുണ്ടോ അവരെല്ലാം എനിക്കായി പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ആ പ്രാർത്ഥനയുടെ ഫലം അതെന്റെ പ്രാർത്ഥനയാണെന്ന് ഞാൻ പറയില്ല. എന്താന്ന് വെച്ചാ എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് ബോധമില്ലായിരുന്നല്ലോ, ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ലല്ലോ. അപ്പം ഞാനോ പിടിയോ ഒക്കെ ചെയ്ത നന്മകളായിരിക്കാം. അതെ, സത്യം. വേറെ ഒരു കാര്യം എനിക്ക് മാമിനോട് അഡ്രസ് ചെയ്ത്, അതിജീവിതയുടെ കേസ് എടുക്കുകയാണെങ്കിൽ മാം ആ നടപടി വരുന്നതിന് മുന്നേ മാമിന് ഒരു ടെൻഷനോ ഒരു അസ്വസ്ഥതയോ അല്ലെങ്കിൽ മാമിന് അത് അറിയാം എന്ന രീതിയിൽ മാമിന് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അല്ലെ? ആ ഡേയോട് അടുക്കുന്തോറും മാം ഒരു കുറച്ച് അസ്വസ്ഥയായിരുന്നു, അല്ലെങ്കിൽ മാമിന് മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു ഇത് അതിജീവിതയ്ക്ക് പോസിറ്റീവ് ആയിട്ടല്ല വരുന്നതെന്ന്. അങ്ങനെ അത്രയും ഉറച്ച് വിശ്വസിക്കാനുള്ള കാരണം എന്താ? ആ കുട്ടി ഷെയർ ചെയ്ത ചില കാര്യങ്ങളുണ്ട്. നമുക്ക് അത് സത്യസന്ധമായിട്ടല്ല ആ കേസ് കൊണ്ടുപോകുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് അങ്ങനെ ചിന്തിക്കാൻ കാരണം. പിന്നെ ജുഡീഷ്യറിയെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, അത് കുറച്ചില്ലാണ്ടായി. ഇപ്പം അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ നമുക്കിപ്പം ഏറ്റവും പ്രധാന തെളിവ് ഇപ്പം ശബരിമലയിലെ കൊള്ള നടത്തിയവരെ ആലോചിച്ച് നോക്കൂ. ഇത് കൊള്ള നടന്നിട്ടില്ല എന്നുള്ളത് പോലെ ആരും ഇല്ലല്ലോ ജയിലിൽ, എല്ലാവരും പുറത്തല്ലേ, സുഖമായിട്ട് പുറത്ത് കിടക്കണു. തൊണ്ടി മുതൽ കണ്ടിട്ടില്ല, ഒന്നുമില്ല. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ലാത്ത പോലെയല്ലേ സംഭവം നടക്കണേ. അപ്പൊ എവിടെയൊക്കെയോ എന്തൊക്കെയോ പാളിച്ചകളുണ്ട്. ഒരു ലീഡർ എന്ന് നോക്കുമ്പോൾ അപ്പാർട്ട് ഫ്രം പാർട്ടി, ഒരു പാർട്ടി ഒരു ലീഡർ എങ്ങനെയായിരിക്കണം ജനങ്ങളുടെ മുന്നില്? ലീഡർ നല്ലൊരു കേൾവിക്കാരനായിരിക്കണം. സാധാരണ ജനത്തിനെ വേദനിക്കുന്നവനെയൊക്കെ മനസ്സിലാക്കുന്നവനായിരിക്കണം. നമ്മൾക്ക് ഒരു ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും കെട്ടിടങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസുകൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് ഉണ്ടാവുക എന്നുള്ളതല്ല. ഓരോ മനുഷ്യന്റെയും ബേസിക് നീഡ്സ് പരിഹരിച്ചുകൊണ്ട് ഓരോരുത്തരും സന്തുഷ്ടരായിട്ട് ഒരു ഹാപ്പി ലൈഫ്
അവർക്കുണ്ടാക്കാൻ കഴിയണവരായിരിക്കണം ലീഡർ. ഓക്കെ, അപ്പൊ താങ്ക് യു മാം. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമ്മളായിട്ട് സംസാരിച്ചു. അപ്പൊ ഞങ്ങളും ഒരു ഭരണമാറ്റത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നല്ല നല്ല കാര്യങ്ങൾ മാമിനും മാമിന്റെ അണിയറ പ്രവർത്തകർക്കും ഈ പാർട്ടിക്കൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.